ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമാണ് 7-ാം നമ്പർ ഹാള്. എന്താണ് ഈ 7-ാം നമ്പർ ഹാളിൻ്റെ പ്രത്യേകത? കാണാം. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ആളുകളുടെ നിറഞ്ഞ സാന്നിധ്യമാണ്. അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവരുടെ ഉത്സവമേളമാണ് നടക്കുന്നത്. ഓരോ വർഷവും പുസ്തകമേളയുടെ പകിട്ട് വർദ്ധിക്കുകയല്ലാതെ ഒട്ടും കുറയുന്നില്ല എന്ന് മനസ്സിലാകും. പുസ്തകത്തിനെ മനസ്സു നിറയ്ക്കുന്ന മണമറിഞ്ഞ് അക്ഷരങ്ങൾക്കിടയിലൂടെ തീർത്ഥാടന യാത്രയെന്നോണം നടക്കുകയാണ് ഓരോരുത്തരും. കഴിഞ്ഞ 43 വർഷം കൊണ്ട് പുസ്തകോത്സവം ഗൾഫിലെ ഏറ്റവും വലിയ മേളയായി മാറിക്കഴിഞ്ഞു. ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും അധികം മലയാളികൾ പങ്കെടുക്കുന്ന പുസ്തകമേളയായിരിക്കും ഷാർജ രാജ്യാന്തര പുസ്തകമേള. ഇതിൽ തന്നെ എല്ലാ മലയാളികളും എത്തുന്ന പുസ്തകോത്സവ നഗരിയിലെ 7-ാം നമ്പർ ഹാളിനും വലിയ പ്രത്യേകതയുണ്ട്. മലയാളിയുടെ ഒത്തുചേരലിന്റെ വലിയ കാഴ്ചയാണ് ഈ അക്ഷരനഗരിയിലെ 7-ാം നമ്പർ ഹാൾ സമ്മാനിക്കുന്നത്. മലയാളികളുടെ വായനാ പ്രണയം പ്രവാസ ലോകത്തും മാറ്റി നിർത്തപ്പെടുന്നില്ല എന്നതിന്റെ തെളിവാണ് 7-ാം നമ്പർ ഹാളിനെ സജീവമാക്കുന്ന ഈ ജനസഞ്ചയം. ഷാർജ രാജ്യാന്തര പുസ്തകവേദിയിലെ 7-ാം നമ്പർ ഹാൾ എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരമായൊരിടം എന്നാണ്. അത് രണ്ടർത്ഥത്തിൽ പ്രിയങ്കരമായൊരിടമാണ്. ഒന്ന്, മലയാളികൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ, അവർക്ക് ആവശ്യമുള്ള പ്രസാധകർ ഏറ്റവും കൂടുതൽ ഉള്ളത് 7-ാം നമ്പർ ഹാളിലാണ്. അതുകൂടാതെ റൈറ്റേഴ്സ് ഫോറം എന്ന് പറയുന്ന പുസ്തക പ്രകാശന വേദി സ്ഥിതി ചെയ്യുന്നത് ഈ 7-ാം നമ്പർ ഹാളിലാണ്. ഈ പുസ്തക പ്രകാശനം എന്ന് പറയുമ്പോൾ അത് കേവലം പുസ്തകം പ്രകാശനം ചെയ്യുന്നു എന്നത് മാത്രമല്ല, മലയാളികളുടെ ഒരു സംഗമ കേന്ദ്രമായിട്ടത് മാറുന്നു എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഓരോ 25 മിനിറ്റിലും ഒരു പുസ്തകം, പലപ്പോഴും ഒന്നിലധികം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നുണ്ട്. ഈ പുസ്തക പ്രകാശന ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനുള്ള എഴുത്തുകാരും അതിൽ പങ്കെടുക്കുന്നവരും പ്രകാശനം ചെയ്യുന്നവരും ആശംസ പറയുന്നവരൊക്കെ നിറയാണ്. ഇങ്ങനെ ആ ഒരു മേഖല എന്ന് പറയുന്നത് ഒരിക്കലും നിലയ്ക്കാത്ത മലയാളി ആസ്വാദകരുടെ പ്രവാഹമുള്ളൊരു സ്ഥലം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ റൈറ്റേഴ്സ് ഫോറത്തിൽ പുസ്തക പ്രകാശനത്തിനായി ഇത്തവണ എത്തിയ അപേക്ഷകൾ 700-ലധികമായിരുന്നു എന്നറിയുമ്പോഴാണ് ഈ ഹാളിനും റൈറ്റേഴ്സ് ഫോറത്തിനും ഓരോ അക്ഷരസ്നേഹിയും നൽകുന്ന വില എത്രയാണെന്ന് മനസ്സിലാവുക. തന്റെ എഴുത്തുകൾക്ക് ആദ്യമായി അച്ചടിമഷി പതിയുന്നത് മനസ്സു നിറഞ്ഞ് കണ്ടറിഞ്ഞവർക്ക് തന്റെ പുസ്തകത്തെ ലോകത്തിന് പരിചയപ്പെടുത്താനുള്ള വേദിയാണ് ഈ റൈറ്റേഴ്സ് ഫോറം. ഭൂരിപക്ഷം പുതിയ എഴുത്തുകാർ തന്നെയാണ്. അവർക്ക് ഈ ഒരു വലിയ വെളിച്ചത്തിൽ നിൽക്കാൻ കഴിയുന്നു, അവരുടെ പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിയുന്നു എന്നത് വലിയ, കാരണം അത്രമേൽ പ്രസാധകരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഈ പുസ്തകത്തെ സ്നേഹിക്കുന്ന, പുസ്തകോത്സവത്തെ സ്നേഹിക്കുന്ന വലിയ മനുഷ്യരുടെ തണൽ നിന്നുകൊണ്ട് അവർക്ക് അവരുടെ പുസ്തകം പ്രകാശനം ചെയ്യാനും കഴിയുന്നു. കൂടുതൽ ആളുകൾ, പുതിയ തലമുറ നന്നായിട്ട് വായിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ സ്കൂൾ കുട്ടികൾ നിറഞ്ഞിട്ടുണ്ട് അല്ലേ, കോളേജ് കുട്ടികളൊക്കെ. അവർക്ക് ഈ പുസ്തകങ്ങളോട് താല്പര്യമുള്ളതുകൊണ്ടാണ് അവർ വരുന്നത്. ആ അർത്ഥത്തിൽ പുതുതായി വരുന്നവർക്ക് എല്ലാ അർത്ഥത്തിലും വലിയ പ്രോത്സാഹനവും ഒരു ഇടവും അവർക്ക് കിട്ടുന്നു എന്നതാണ് ഷാർജ ബുക്ക് ഫെയറിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. പ്രകാശനം ചെയ്യപ്പെടുന്ന പുസ്തകങ്ങളുടെ വിശേഷമറിയാനും ആദ്യം കൈപ്പറ്റാനും വായനയെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകൾ എല്ലായ്പ്പോഴും റൈറ്റേഴ്സ് ഫോറം ഹാളിനുള്ളിൽ തടിച്ചുകൂടുകയും ചെയ്യും. പുസ്തകമേളയ്ക്കായി നാട്ടിൽ നിന്ന് ഷാർജയിലെത്തിയവരും ഏറെയായിരുന്നു. സൗഹൃദങ്ങളുടെ കൂടിച്ചേരലിനായി ഓരോ വർഷവും ഇവിടെ എത്തുന്നവർ ഏറെയാണ്. എഴുത്തിൻ്റെ ലോകത്തിപ്പോൾ സജീവമാണ്. നമുക്ക് എഴുതി നാലാമത്തെ ഇത് 5ാമത്തെ എഴുത്ത് തുടങ്ങിയിരിക്കുകയാണ്. അധികം മലയാള പുസ്തകങ്ങൾ, പുതിയ പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ റൈറ്റേഴ്സ് ഫോറത്തിൽ ഒരു അരമണിക്കൂർ നേരം കിട്ടാൻ വേണ്ടി ഈ ഓരോ എഴുത്തുകാരനും ആഗ്രഹിക്കുന്നുണ്ട്.
നാട്ടിലുള്ള എഴുത്തുകാർ ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെയുള്ള ഗൾഫിലുള്ള മലയാളി എഴുത്തുകാരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത് ഏത് പുസ്തകമേളയുടെയും ഒരു ഭാഗമായി നിൽക്കുന്നതാണ്. ഇപ്പോൾ നാട്ടിലാണെങ്കിലും ധാരാളം മേളകളുണ്ട്. ആ പുസ്തകമേളകളിലൊക്കെ പുതിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ഇത്ര ഒരു ശ്രദ്ധ കിട്ടുന്ന ഒരിടം വേറെയില്ല. പുസ്തകമേളക്ക് അവസരങ്ങൾ ഉണ്ടാക്കി വരുന്നവരാണ്. കാരണം ഇവിടുത്തെ നാട്ടിൽ കിട്ടാത്ത ചില വൈബൊക്കെ ഇതിനുണ്ടല്ലോ, ശരിയാണ്. പിന്നെ സീരിയസ് ആയിട്ട് പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ടോ ഇല്ല എന്നൊക്കെ ചോദിച്ചാൽ ചില പ്രശ്നങ്ങളുടെ അവിടെ ഇവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് നല്ല പുസ്തകമുണ്ട്, അറിയപ്പെടാൻ വേണ്ടിയിരുന്ന പുസ്തകങ്ങളുണ്ട്, അത് നിഷേധിക്കുന്നൊന്നുമില്ല. എന്നാലും ഈ ഒരു ബുക്ക് ഫെയർ നാട്ടിൽ പോലും ചർച്ചയാണിത്. അതായത് ഞാൻ ഇപ്പോൾ നാട്ടിലൊരു ആളല്ലേ, നാട്ടിൽ പോലും ചർച്ചയാണ്. അത് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ എന്ന് പറയുമ്പോൾ അവിടെ പുസ്തകം റിലീസ് ചെയ്യുക. അതുകൊണ്ടാണ് നാട്ടിൽ റിലീസ് ചെയ്ത പുസ്തകങ്ങളാണ് കൂടുതലും ഇവിടെ റിലീസ് ചെയ്യുന്നത്. എനിക്ക് ഇക്കൊല്ലം കുറച്ച് എനിക്ക് തോന്നുന്നത് നാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ്. നാട്ടിൽ സെലിബ്രിറ്റീസ് ഒന്നും കൂടുതൽ കാണുന്നില്ല, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ ഞാൻ കാണുന്ന ഏക മേള ഇതാണ് കൂടുതൽ. അത് കാണുന്നില്ല. എന്നാലും ഇത് നമ്മൾ ഇവിടുത്തെ ഒരു ഗവൺമെൻറ്റിനെയും സംവിധാനത്തെയൊക്കെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. ആ തരത്തിൽ ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോവുക, അത് നാട്ടുകാരുടെ ഒരു സംഗമം, അതൊരു സംഭവമാണ്. ഇവിടെയാണ് നാട്ടുകാരുടെ സംഗമം നടക്കുന്നത്. ശരിക്കും മലയാളി ബുക്ക് ഏരിയയിൽ എല്ലാവരും പരസ്പരം കാണുന്നതും, നാട്ടിലിപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നാൽ ഒരുപാട് ആളെ നേരിട്ട് കാണാം, ഇവിടെ വന്നാൽ എല്ലാവരെയും കാണാം. മലയാളികളുടെ ഒരുപാട് പ്രത്യേകതകൾ, മലയാളിയെ ശരിയായ പരിപൂർണനായ മലയാളിയാക്കി മാറ്റിയത് അവൻ്റെ ഗൾഫിലെ ജീവിതമാണ്. ഗൾഫിലെ ജീവിതം എന്ന് പറഞ്ഞാൽ മലയാളി ജീവിക്കുന്നത് ഒരു ആഗോള സമൂഹത്തിനിടയിലാണ്. അതോടൊപ്പം തന്നെ ഒരു പാൻ ഇന്ത്യൻ ജീവിതവും അവൻ അനുഭവിക്കുന്നുണ്ട്. ഇതിലൂടെ നേടിയെടുത്ത ഒരു അറിവുണ്ടല്ലോ, ആ അറിവിൻ്റെ ഒരു ഉത്സവം ഇവിടെ ഷാർജയിൽ കൊണ്ടാടുമ്പോൾ അതിൻ്റെ ഭാഗവാക്കാവുക എന്നത് ഏതൊരു മലയാളിയും ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടേക്ക് വരുന്നത്. ഇവിടെ കണ്ട പുസ്തകം ഇന്നലെ പങ്കെടുത്തപ്പോൾ ഞാൻ ഇന്നലെ 2-3 പുസ്തക റിലീസ് ചെയ്യാൻ പങ്കെടുക്കുകയുണ്ടായി. അച്ഛൻ്റെയും മകൻ്റെയും പുസ്തകം ഒരേ വേദിയിൽ റിലീസ് ചെയ്യുക, അതായത് ഒരു ഭർത്താവിൻ്റെ പുസ്തകത്തിന് ഭാര്യ ആമുഖ പ്രഭാഷണം നടത്തുക, അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ഒരു അക്ഷരത്തോടുള്ള സ്നേഹത്തോടൊപ്പം മലയാളികളുടെ മുഴുവനും അക്ഷരോത്സവത്തിനുള്ള ഒരു വേദിയായി മാറുന്നു ഈ ഷാർജയിലെ അന്താരാഷ്ട്ര പുസ്തകോത്സവം എന്ന് പറയാം. ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിലെ ഈ റൈറ്റേഴ്സ് ഫോറം കഴിഞ്ഞ ദിവസം ചരിത്രം രചിക്കുന്ന കാഴ്ചയ്ക്കും വേദിയായി. കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 62 വനിതകൾ എഴുതിയ 62 പുസ്തകങ്ങൾ ഒരേ വേദിയിൽ പ്രകാശനം ചെയ്യുക എന്ന അപൂർവ നിമിഷത്തിനാണ് റൈറ്റേഴ്സ് ഫോറം വേദിയായത്. കഥ, കവിത, യാത്രാവിവരണം, നോവൽ, ജ്യോതിഷം എന്നിങ്ങനെ പല മേഖലകളിലെ വിവിധതരം സ്ത്രീ എഴുത്തുകളാണ് പെണ്ണില്ലം പുസ്തകങ്ങളാക്കിയത്. പെണ്ണില്ലം എന്നതിലേക്ക് ഞാൻ അവിചാരിതമായിട്ട് എത്തിപ്പെട്ടതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കവിതകൾ ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ അതൊന്ന് പുസ്തകമാക്കണമെന്ന്, മൊബൈലായാൽ നഷ്ടപ്പെട്ടു പോകുമല്ലോ, പുസ്തകമാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ള സമയത്താണ് ഈ പെണ്ണില്ലത്തെക്കുറിച്ച് ഞാൻ കേട്ടത്. അപ്പോൾ അതിൽ ഞാൻ എഴുതിയ കവിതകളെല്ലാം തന്നെ സ്ത്രീകളെക്കുറിച്ചിട്ടും അതുപോലെ സ്ത്രീകളുടെ വേദനകളെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും ഇത്തരം കവിതകൾ ചെയ്യേണ്ട ഒരു വേദി ഇത് തന്നെയാണ്. പിന്നെ പൊതുവിൽ ഞാൻ പറഞ്ഞല്ലോ, ആൺയാത്രകൾ എന്നുള്ളൊരു കവിതയുണ്ട്. ആ കവിത മുഴുവനും പറയുന്നത് സ്ത്രീ എങ്ങനെ, പുരുഷൻ എങ്ങനെ സമൂഹം നോക്കിക്കാണുന്ന കാഴ്ചയാണ്. പുരുഷനെ കന്യകനെന്നോ വിധവനെന്നോ വേർതിരിക്കാറില്ല. അണിഞ്ഞൊരുങ്ങിയ ആണൊരുത്തനെ കൊള്ളാമെന്ന് പറയില്ല, അടക്കം പറയാറില്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ആ യാത്രകൾ എന്നത് ബ്രാക്കറ്റിൽ ആണ് യാത്രകളാണ്. വീട്ടമ്മമാരും സാധാരണ തൊഴിലെടുക്കുന്നവരും തൊട്ട് PhD-ക്കാർ വരെ പെണ്ണില്ലത്തിൽ അംഗങ്ങളാണ്. പലരും ഒന്നിലേറെ പുസ്തകങ്ങളും എഴുതിയവരുമാണ്. എഴുത്തിനെ സ്നേഹിക്കുന്ന വനിതകളുടെ വാട്സാപ്പ് കൂട്ടായ്മയായാണ് പെണ്ണില്ലം തുടങ്ങിയത്. ആദ്യ പുസ്തകം കഴിഞ്ഞ ഡിസംബറിലാണ് പുറത്തിറക്കിയത്. 62 പേരിൽ 27 ആളുകൾ പ്രകാശന ചടങ്ങിനായി എത്തിയിരുന്നു എന്നതും പ്രത്യേകതയാണ്. മലയാള സാഹിത്യ മേഖലയിൽ തന്നെ ഇത്തരമൊരു ഉദ്യമം ആദ്യമായാണ് നടന്നത് എന്ന് ഏറെ അഭിമാനത്തോടെയാണ് ഭാരവാഹികൾ അറിയിച്ചത്. ഞാൻ പെണ്ണില്ലം എഴുതണം പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകയാണ്. എൻ്റെ മനസ്സിലുദിച്ച ഒരാശയമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പ്രാവർത്തികമാക്കിയത്. 1 വർഷത്തെ പഴക്കമുള്ളൂ.
ഒരു വർഷമായിട്ടുള്ള ഞങ്ങൾ ഈ സംഘടന രൂപീകരിച്ചിട്ട്. കഴിഞ്ഞ ഡിസംബർ 29-ാം തീയതി ഒരു പുസ്തകം പ്രകാശനം ചെയ്തതോടുകൂടിയാണ് ഞങ്ങൾ ഇതിൻ്റെ ആ ദിവസം തന്നെ ഈ വർഷം വാർഷികമായിട്ട് ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് വിജയ് ഹാളിൽ വെച്ച് ഡിസംബർ 29-ാം തീയതി ആദ്യത്തെ വാർഷികം നടക്കും. ആ ഒരു വർഷത്തിനുള്ളിൽ വെച്ചിട്ട് ഞങ്ങൾ 3 പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഇത് 4ാമത്തെ ഉദ്യമമാണ്. ഇത് ഓരോരുത്തരുടെയും പുസ്തകമാണ്. മറ്റേത് ഞങ്ങൾ 3 പുസ്തകം 45 പേര്, 43 പേര്, 42 പേര് അങ്ങനെയുള്ള ആന്തോളജി ആയിട്ടായിരുന്നു. കവിതാ സമാഹാരം, ഇല്ലത്തെ പ്രണയിനികൾ എന്നുള്ള ലേഖനം, പിന്നീട് സർവ്വദേശീയ വനിതാ ദിനത്തിൻ്റെ ലേഖനം, അങ്ങനെ 3 പുസ്തകങ്ങൾ ഇറക്കിയതിൻ്റെ ആ ഒരു ആവേശത്തിൽ എല്ലാവരും സ്വന്തമായിട്ട് പുസ്തകം ഇറക്കണമെന്ന് പറഞ്ഞു. അതിനുള്ള എക്സ്പെൻസ്, അതിൻ്റെ അച്ചടിക്കൂലി മാത്രമേ അവരോട് വാങ്ങിയിട്ടുള്ളൂ. അത് അച്ചടിച്ച് അവർക്ക് കുറച്ച് കോപ്പി വീതം, ഒരു 30 കോപ്പി വീതം എല്ലാവർക്കും കൊടുക്കുകയുള്ളൂ. അവരുടെ സ്വന്തം ഒരു പുസ്തകം എന്നുള്ളൊരു പ്രതീക്ഷ, അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായി. സ്ലോട്ട് കിട്ടിയാൽ ഷാർജയിലേക്ക് തന്നെ പോകാം, എക്സ്പെൻസ് സ്വന്തമായിട്ട് എടുക്കുമെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ 27 പേര് സ്വന്തം കാശ് ചിലവാക്കിയിട്ട് വരാൻ തയ്യാറായി. ബാക്കിയുള്ളവരുടെ പുസ്തകം കൂടെ ഞങ്ങൾ കൊണ്ടുവന്നു. ഈ വേദിയിൽ വെച്ച് അവരുടെയും കൂടെ പ്രകാശനം ചെയ്ത് അവരെല്ലാവരുടെയും ഒരു വലിയൊരു ഡ്രീമാണ്. പെണ്ണിലം എഴുത്തിലം എന്ന പേരിൽ ഒരു പബ്ലിക്കേഷൻസും പെണ്ണിലം എന്ന പേരിൽ ഒരു വാട്സപ്പ് റേഡിയോയും ഇവർക്കുണ്ട്. എഴുത്ത് മേഖലയിൽ വരണമെന്ന ആഗ്രഹമുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കീപ്പ് ചെയ്യുന്നവർക്ക് മാത്രമേ സ്ത്രീകൾക്ക് എഴുതാനും അതിനെ കൂടുതൽ പുറത്തേക്ക് കൊണ്ടുവരാനൊക്കെ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു വാസ്തവം. പക്ഷെ അതൊന്നുമല്ല, അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലിലുള്ള എഴുത്തുകളുമായിട്ട് ആരും അറിയാതെ കുറേ സ്ത്രീകളുണ്ട്, വളരെ റൂട്ട് ലെവലിൽ ജീവിക്കുന്നവർ. വിദ്യാഭ്യാസം ഇതിനൊരു മാനദണ്ഡമല്ല, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇതിനൊരു മാനദണ്ഡമല്ല എന്നുള്ളതാണ് സത്യം. കാരണം 10ാം ക്ലാസ് ആവാത്തവർ വരെ നമ്മുടെ ഇടയിലുണ്ട്. എഴുതും, അവർക്ക് മടിയാണ് ഞങ്ങൾ എഴുതിയത് ശരിയാണോ നന്നായിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെയുള്ള കുറച്ച് പേരെ കണ്ടെത്താനായിട്ട് ഇരിട്ടി കേന്ദ്രമായിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. കാരണം ഇരിട്ടിയിലുള്ള ശ്രീമതി രാജി അരവിന്ദ് എന്ന് പറഞ്ഞൊരു മേഡമാണ് ഇതിൻ്റെ സ്രഷ്ടാവ്. അവരുടെ ജീവിത പരിസരങ്ങളിൽ കണ്ടെത്തിയ കുറച്ച് പേരെ ചേർത്ത് വെച്ചുകൊണ്ടാണ് താച്ചി എന്നൊരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങി. ആദ്യം താച്ചിയുടെ ആദ്യ സംരംഭമായിട്ടാണ് ഈ ഒരു കവിതാ സമാഹാരം, ആത്മാനുഭവങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കവിതാ സമാഹാരം പുറത്തു വരുന്നത്. അതിൻ്റെ പേരാണ് പെണ്ണിലം. അപ്പോൾ എഴുതാൻ ആഗ്രഹമുള്ള, എന്നാൽ അത് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അവസരം കിട്ടാത്തവരായ, അപ്പോൾ എന്തുകൊണ്ട് സ്ത്രീകളെ മാത്രം എന്ന് ചോദിക്കും. പക്ഷേ സ്വാഭാവികമായിട്ടും അറിയാം, എല്ലാവരും സ്ത്രീകളും പുരുഷന്മാരുമുള്ള സംഘടനകളിലും പലപ്പോഴും സ്ത്രീകൾ തഴയപ്പെടുന്നുണ്ടെന്നുള്ളൊരു സത്യമാണ്. അത് ഏത് മേഖലയിലാണെങ്കിലും എഴുത്ത് മേഖലയിൽ പ്രത്യേകിച്ചു. ഇതിലൊരുവിധം എല്ലാ മേഖലയും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതായത് ആരോഗ്യം, ചിത്രകല, നൃത്തം, കുക്കിംഗ്, പിന്നെ ചെറുകഥാ സമാഹാരങ്ങൾ, ബാലസാഹിത്യം, കവിതകൾ, ഓൾമോസ്റ്റ് എല്ലാം, നൃത്തം, അങ്ങനെ എല്ലാം വന്നിട്ടുണ്ട്. അതിൽ വളരെയധികം കാലിബറുള്ള കുറേ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് തോന്നിയത്. ഞാൻ റീസെൻ്റ്ലി ജോയിൻ ചെയ്തതാണ്, 1 ഇയർ ആയിട്ടുള്ളൂ. ഞാൻ വേറെ പബ്ലിക്കേഷന് വേണ്ടി പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട്, ബട്ട് ഇതിൽ ഫസ്റ്റ് ടൈമാണ്. കുരുന്നുകളുടെ കൂടി മേളയാണ് കടന്നു പോകുന്നത്. കുഞ്ഞെഴുത്തുകളിൽ മഷി പുരളുമ്പോൾ അവരുടെ സ്വപ്നങ്ങളെ ലോകത്തിന് മുന്നിലേക്ക് ചിറകുവിടർത്തി പറക്കാൻ അവസരം നൽകുക കൂടിയാണ് ഈ പുസ്തകമേള ചെയ്യുന്നത്. അതിനാൽ തന്നെ എഴുത്തുകളുടെ ലോകത്ത് സജീവമാകുന്ന എത്രയോ കുരുന്ന് പ്രതിഭകളുടെ പുസ്തകങ്ങളാണ് ഇത്തവണയും മേളയിലെത്തിയിരിക്കുന്നത്. ഇത്തവണ മേളയിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ എഴുത്തുകാരിൽ ശ്രദ്ധേയ സാന്നിധ്യമാവുകയാണ് ഈ കൊച്ചുമിടുക്കൻ, കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി ആരോമൽ. കഥകളും കവിതകളും കുഞ്ഞു ചിത്രങ്ങളും എല്ലാം അടങ്ങിയ ആരോമലിന്റെ ആദ്യ അക്ഷരങ്ങൾ എന്ന കുഞ്ഞു പുസ്തകവുമായാണ് ആരോമൽ മേളയ്ക്കെത്തിയത്. 7 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കൊച്ചുമിടുക്കൻ എഴുതിയ ആദ്യാക്ഷരങ്ങളിൽ ഒരു മാറ്റവും കൂട്ടിച്ചേർക്കലുകളും വെട്ടിത്തിരുത്തലുകളും വരുത്താതെ പുറത്തിറക്കിയ പുസ്തകം എന്നതടക്കം ഏറെ പ്രത്യേകതകളുള്ള ഈ പുസ്തകം ഇത്തവണത്തെ ഷാർജ പുസ്തകമേളയിലെ താരമാണ്. തന്റെ പ്രായത്തിലുള്ള കുട്ടികൾ മൊബൈൽ ഫോണിന്റെ ലോകത്തേക്ക് കൂടുതൽ താല്പര്യം കാണിക്കുമ്പോൾ ആരോമലിന് കൂട്ട് അക്ഷരങ്ങളാണ്. കയ്യിൽ കിട്ടുന്നതെന്തും വായിക്കാതെ നിലത്തു വെക്കില്ല ഈ മിടുക്കൻ. മകന്റെ ഇഷ്ടത്തിന് മാതാപിതാക്കളുടെ അകമഴിഞ്ഞ പിന്തുണ കൂടിയായപ്പോൾ ആരോമലിന്റെ എഴുത്തുകൾ ഇങ്ങനെ പുസ്തകമായി.
ആദ്യമൊക്കെ അവന് എനിക്ക് പറഞ്ഞു തരാറായിരുന്നു, എഴുതാനായിരുന്നില്ല ആദ്യമൊന്നും. ആദ്യം അച്ഛൻ ലീവിന് വന്ന സമയത്ത് മൂപ്പര മടിയിലിരുന്നാണ് JCBയും പാറ കുഴിക്കും കഥ പറയും കൂട്ടുകാരെ കേൾക്കാൻ വാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, അങ്ങനെ ഇവരിങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു എന്തോ പറയല്ലേ എന്ന് പറഞ്ഞു. അല്ല, അതിനെ എഴുതിയിട്ടുണ്ട്, ഇതൊക്കെയാണ് ഫോണിൽ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ നേരിട്ടൊരു വിഷയം, പിന്നെ ഇപ്പം എങ്ങനെ എഴുതുമോ, നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതല്ലേ എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. അപ്പോൾ ആരായാലും അങ്ങനെ ഒരു പ്രശ്നം വരുമല്ലോ, ഇത്രയും ചെറിയ ആൾ എഴുതുന്നത് ഫലിപ്പിച്ചെടുക്കാനുള്ളൊരു പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചർ എഴുതിപ്പിച്ചപ്പോൾ എന്നോട് ടീച്ചർ പറഞ്ഞു, ഹിന്ദുജ ടീച്ചർ അവർ പറഞ്ഞു, അങ്ങനെ മോനിങ്ങനെ ഒരു കഴിവുണ്ട് കേട്ടോ, നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കണമല്ലോ. അങ്ങനെയാണ് പിന്നെ ഞങ്ങളങ്ങനെ സഹായിച്ചു. അവന് ഒരു സങ്കടമുള്ള എന്താ വെച്ചാൽ, അവൻ പറയുന്ന സാധനം അല്ല എഴുതുന്നതെങ്കിൽ അവന് സങ്കടം വരും. അപ്പോൾ വിചാരിക്കുന്ന സാധനം അല്ല എഴുതുന്നത്, നമ്മളത് മാറ്റാൻ ശ്രമിച്ചാൽ അത് അവന് സങ്കടമായിട്ട് മാറും. അപ്പോൾ ഈ ബുക്കിനുള്ളൊരു പ്രത്യേകത അത് തന്നെയാണ്. ഈ ബുക്ക് ഞങ്ങൾ ആരും കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഇതെങ്ങനെയാണോ ഇത് എടുത്തു എന്നൊക്കെ ഉണ്ട് ഇതിൽ, ഞങ്ങളുടെ നാട്ടിലെ ഭാഷയാണ്. അപ്പോൾ അതെങ്ങനെയാണോ ബുക്കിലുള്ളത് അത് അങ്ങനെ തന്നെയാണ്. ന്യൂസിലെ സ്മിത ചേച്ചിയുടെ കവിതകളുടെ അവതരണം കേട്ടാണ് കവിതകളോടുള്ള സ്നേഹം കൂടിയത് എന്ന് ആരോമൽ പറഞ്ഞപ്പോൾ ഷാർജ പുസ്തകമേളയിൽ 24-നും ഇത് അഭിമാന നിമിഷമായി. ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ സ്മിത ചേച്ചിയാണ് ഞാൻ പറയും. ഞാൻ എന്നിട്ട് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അവരൊന്ന് മോനെ കാണിച്ചു കൊടുക്കണം, അതൊന്നും സാധിച്ചിട്ടില്ല. പിന്നെ ഒരു ദിവസം വയനാട്ടിൽ വന്ന സമയത്ത് വിളിച്ചിരുന്നു, അങ്ങനെ കാണണം എന്ന് പറഞ്ഞിട്ട്. ഒരു ആഗ്രഹം ഉണ്ട് എന്തെങ്കിലും കാണണം എന്നുള്ളത്, അത് നടക്കുമെന്ന് അറിയില്ല. സ്റ്റോളുകളിൽ നിന്ന് സ്റ്റോളുകളിലേക്ക് അക്ഷരങ്ങളുടെ മധുരഗന്ധം ആസ്വദിച്ച് ആരോമൽ നടക്കുന്നത് കാണുമ്പോൾ വായന മരിക്കില്ല എന്ന് ഉറപ്പാവുകയാണ്. ഇത്തരം മനോഹര കാഴ്ചകളുടെ ഉത്സവമാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള സമ്മാനിക്കുന്നത്. ഇനി ഖത്തറിലേക്കാണ് നമ്മുടെ യാത്ര. ഖത്തറിലെ ഫരീജ് ആർട്ട് ആൻഡ് ഡിസൈൻ ഫെസ്റ്റിവലിന്റെ കാഴ്ചകളിലേക്ക്. കലയും സർഗാത്മകതയും സാംസ്കാരിക വിനിമയത്തിനുള്ള ഉപാധിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉംസലാൽ മുഹമ്മദിലെ ദർവൽസായിൽ കലയുടെ ഭാവവിസ്മയങ്ങൾ കൺതുറന്നത്. ഒക്ടോബർ 31 വ്യാഴാഴ്ച ആരംഭിച്ച ഫെസ്റ്റിവലിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ തങ്ങളുടെ സാംസ്കാരിക വൈവിധ്യം നിറങ്ങളായും ശില്പങ്ങളായും ഇൻസ്റ്റലേഷനുകളായും സന്ദർശകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഖത്തറിൽ നിന്നും പുറത്തു നിന്നുമുള്ള 19ഓളം വൈവിധ്യമാർന്ന സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ മികച്ച കലാകാരന്മാരുടെ സൃഷ്ടികളും ലൈവ് ചിത്ര പ്രദർശനവും ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് സന്ദർശകരെ ആകർഷിച്ചത്. സാംസ്കാരിക മന്ത്രി ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ ബിൻ ഹമദ് അൽ താനിയാണ് ദർവൽസായി മൈതാനിയിൽ പ്രത്യേകം പണി കഴിപ്പിച്ച മനോഹരമായ വേദിയിൽ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അയൽപ്പക്കം എന്ന അർത്ഥം വരുന്ന ഫരീജ് എന്ന പദം ഫെസ്റ്റിവലിന്റെ ഉദ്ദേശവും ആശയവും വെളിപ്പെടുത്തുന്നതാണ്. പ്രാദേശികവും അന്തർദേശീയവുമായ സർഗാത്മക രചനകളെയും കലാകാരന്മാരെയും ഒരുമിപ്പിക്കുന്നതിലൂടെ സാംസ്കാരിക വിനിമയത്തിനും ക്രിയാത്മകമായ സംവാദങ്ങൾക്കുമുള്ള വേദിയായി ഫെസ്റ്റിവൽ മാറി. അറബനു മേഖലയിൽ നിന്നുള്ള 100-ലധികം കലാകാരന്മാരും ഡിസൈനർമാരുമാണ് പരിപാടിയിൽ ഒത്തുചേർന്നത്. അവരുടെ വൈവിധ്യമാർന്ന ശൈലികളും സങ്കേതങ്ങളും പരിചയപ്പെടുത്തുന്നതിനൊപ്പം വ്യത്യസ്തമായ നിലപാടുകൾ പ്രതിഫലിപ്പിക്കുന്നതുമായിരുന്നു പ്രദർശനം. ആർട്ട് ഹൗസ്, ആർട്ട് ആൻഡ് ഇൻസ്പിറേഷൻ, തിയേറ്റർ, അൽഹോഷ് എന്നിവയുൾപ്പെടെ നിരവധി തീമാറ്റിക് വിഭാഗങ്ങളിലായാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. കലാപ്രദർശനങ്ങൾക്ക് പുറമെ എല്ലാ പ്രായക്കാർക്കും ഉപകാരപ്രദമാകുന്ന വർക്ക്ഷോപ്പുകൾ, സാംസ്കാരിക സെമിനാറുകൾ, ആർട്ട് സ്റ്റുഡിയോകൾ എന്നിവയും ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. വെള്ളത്തിൽ പ്രകൃതിയിൽ നിന്നുള്ള യഥാർത്ഥ നിറങ്ങൾ ചേർത്ത് ക്യാൻവാസിൽ ഒപ്പിയെടുക്കുന്ന തുർക്കിയുടെ പരമ്പരാഗത രചനാശൈലിയായ ഇബ്രു ആർട്ടുമായാണ് ഒരു കൂട്ടം കലാകാരികൾ പ്രദർശനത്തിനെത്തിയത്. ഖത്തർ ഭരണകൂടത്തിന് കീഴിൽ നടത്തിവരുന്ന വിവിധ സാംസ്കാരിക പരിപാടികൾക്ക് ഖത്തറിന്റെ തനത് ശൈലിയിലുള്ള നിർമ്മിതികളും താൽക്കാലിക വേദികളും ഒരുക്കി ശ്രദ്ധേയനായ ബ്ലസിൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനത്തിനായിരുന്നു ഇത്തവണയും വേദി ഒരുക്കാനുള്ള അവസരം ലഭിച്ചത്. Ebru is a
Turkish traditional art. We call it as a Ebru because the Ebru meaning is a cloud. കഴിഞ്ഞ ഖത്തർ ദേശീയ ദിനാഘോഷങ്ങൾക്ക് ഖത്തറിന്റെ പരമ്പരാഗത രീതിയിലുള്ള ഖത്തർ ഹൗസ് പുനർനിർമ്മിച്ച ഖത്തരി സമൂഹത്തിന് കയ്യടി നേടിയ അനുഭവമായാണ് ബ്ലസ്സിനും സംഘവും ഇത്തവണ രാജ്യത്തെ പ്രഥമ ആർട്ട് ആൻഡ് ഡിസൈൻ വേദിയൊരുക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തത്. സാംസ്കാരിക മന്ത്രാലയം ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഇത്തവണയും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ബ്ലസ്സിൻ പറഞ്ഞു. ഞങ്ങൾ ഏകദേശം ഒരു 250 പേരോളം ഡേ നൈറ്റ് 24 hours വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. നല്ല അപ്രിസിയേഷനാണ് തന്നേക്കുന്നത്. ഈ ഷോർട്ട് പീരീഡിൽ ഇത്രയും ക്ലീൻ, ഇത്രയും നീറ്റായി അവരുദ്ദേശിച്ച ഒരു ഔട്ട്പുട്ടാണ് അവർക്ക് കിട്ടിയത്. അതിലവർ വളരെ സംതൃപ്തരാണ്. ഞങ്ങളും വളരെ സന്തോഷവാനാണ്. അറബി ദിസ് വീക്കിന് ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബിൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.